ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ നാട്ടില് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. പക്ഷെ ആ പ്രശ്നം ഉണ്ടാക്കിയവര് അറിയുന്നില്ല എന്നുള്ളതാണ്. അവര് പ്രതികരിക്കുന്നില്ല. ഈ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ അവരെ അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മാധ്യമങ്ങളെല്ലാം ഇന്ന് രാവിലെ പോലും നോക്കിയപ്പോൾ നിർണായക തെളിവുകൾ പുറത്ത്, ഇതാ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ വാർത്ത ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മളോടൊരു നീരസം തോന്നാം. അത് നമ്മളോട് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ആ, നമുക്കിതിനകത്ത് യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളോട് അത് തോന്നിയിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് നീരസം തോന്നേണ്ടവരോട് നിങ്ങൾക്ക് നീരസം തോന്നിയില്ലെങ്കിൽ അതിൽ ഞങ്ങൾക്കൊന്നും പറയാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫണ്ട് തട്ടിപ്പ്, BJPയുടെ ഫണ്ട് തട്ടിപ്പുമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോ എല്ലായിടത്തും വളരെ ട്രെൻഡിങ് ആയിട്ട് ഓരോ ദിവസവും നിർണായകമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ താങ്കളുമായിട്ട് സംസാരിച്ചപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതായത് സ്വന്തം കൊടി എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ പ്രാണനേക്കാൾ വലുതാണ്. ആ കൊടി വിറ്റ് ആ കൊടിയിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റണമെങ്കിൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ മനോനില എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഷെയർ മാർക്കറ്റ്, പിന്നെ ഈ സീസണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സീസൺ വരാനായിട്ട് കാത്തിരിക്കും. അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ബി ജെ പി എന്ന് ഞാൻ എന്നെ വിളിക്കുന്നില്ല, വേണമെങ്കിൽ KJP എന്ന് വിളിക്കാം, കേരള ജനതാ പാർട്ടി. ഈ KJPയുടെ നേതാക്കൾ കാത്തിരിക്കുന്നത്, KJPയുടെ നേതാക്കൾ, ഇലക്ഷനാണ് ഇവരുടെ ചാകര എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇവർക്ക് ചാകരയാണ്. കാരണം ഇവരുടെ ബാങ്ക് ബാലൻസുകൾ ഇവർക്ക് പുതുക്കാനും പിന്നെ ഇവരുടെ ലോണുകൾ അടച്ചു തീർക്കാനും ഒക്കെ ഇവർക്ക് പറ്റുന്നത് ആ ഒരു മഹാമഹത്തിലൂടെയാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇപ്പോ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഈ ഇലക്ഷന് ഈ ആദ്യമായിട്ട് ഇവര് വലിയ ആരോപണം വരുന്നത് 1 കോടി കൊടി അടിക്കണം, 3.5 കോടി രൂപ കൊടുത്തു. ഈ കേന്ദ്ര നേതൃത്വം കൊടികൾ അയക്കാൻ വൈകി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് മുതലെടുത്തുകൊണ്ട് ഇതിനകത്തുള്ള ചില നേതാക്കൾ ഒരു തട്ടിക്കൂട്ട് കമ്പനി രൂപീകരിച്ച് കരാറ് നൽകി. അതിൽ നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടറിയും ഒരു യുവമോർച്ച നേതാവ് അടക്കമുള്ളവർ 54 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഈ സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച നേതാവും 54 ലക്ഷം രൂപയല്ല, 1.4 കോടി രൂപ വരെ ഇത് ഉയർന്നേക്കാമെന്നല്ല, ഉയർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരുടെ ബാങ്കിന്റെ മറ്റേ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പല മാധ്യമ പ്രവർത്തകരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ പാർട്ടി ട്രഷറിക്ക് ഈ വിവരം കിട്ടിയതാണ്. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഹെലികോപ്റ്റർ 136 മണിക്കൂർ പറക്കാനായിട്ട് ഹെലികോപ്റ്റർ കൊടുത്തു. ഈ ഹെലികോപ്റ്റർ 42 മണിക്കൂർ പോലും പറന്നില്ല. പക്ഷേ ഈ ട്രിപ്പ് ഷീറ്റില് ഇത് 136 മണിക്കൂർ പറത്തി, എന്താണ് ഇത് പൈസ എല്ലാം, ബാക്കിയുള്ളതിന്റെ പൈസ അവർ അടിച്ചെടുത്തു. 200 കാർ കൊടുത്തു പ്രചരണത്തിനായിട്ട്. ഇതിൽ പകുതി കാറും ഓടിയില്ല. പക്ഷെ ആ കാറിന് പെട്രോൾ അടിച്ചിട്ടുണ്ട്, ആ കാറിന് മെയിൻ്റെനൻസ് നടന്നിട്ടുണ്ട്, ആ കാറിലെ ഡ്രൈവർമാർക്ക് സാലറി കൊടുത്തിട്ടുണ്ട്, ആ കാർ ഓടിയിട്ടുമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ കാർ ഓടിയില്ല. അതിന്റെ പൈസ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ട്രഷറി ഷീറ്റിൽ തിരിമറി കാട്ടി 1 കോടി രൂപ തട്ടി എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് ഈ വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലത്തിൽ കൊടി മറിച്ചു വിറ്റു എന്ന് പറഞ്ഞ ആരോപണം വരുന്നുണ്ട്. 3.5 ലക്ഷം രൂപയ്ക്കാണ് കൊടി മറിച്ചു വിറ്റു എന്ന് പറഞ്ഞ ആരോപണം വരുന്നത്. ഹരിപ്പാടുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ തിരുമൽ കേന്ദ്രത്തിലും സ്വർണ്ണ സ്ഥാപനം, പണമിടപാട് സ്ഥാപനത്തിലേക്ക് കുറെ പൈസ പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് CPIയിൽ നിന്ന് BJPയിലോട്ട് വന്ന ഒരു പാവം പിടിച്ചവൻ, പ്രമദചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, CPIയിൽ നിന്ന് BJPയിലേക്ക് വന്നതാണ്. അദ്ദേഹം ഇപ്പൊ വാമനപുരത്ത് കയറ്റിയിരുത്തിയിട്ട് അദ്ദേഹത്തിന്, ഇനി ഇവിടെ നിങ്ങൾ മണ്ഡല സെക്രട്ടറിയാണ്, നിങ്ങളെ മകരവിളക്ക് കാണിച്ചിട്ടേ ഞങ്ങൾ വിടുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വലിയ പോസ്റ്റ് ഒക്കെ കൊടുത്തിരുത്തി. അദ്ദേഹത്തിന് ഒരു പലചരക്ക് കടയുണ്ട്, AA ഏജൻസീസ് എന്നാണ് അതിന്റെ പേര്. ഈ പലചരക്ക് കടയുടെ GST നമ്പർ എടുത്തുകൊണ്ട് ഇയാളുടെ പേരിൽ തട്ടിപ്പ് നടത്തി. അപ്പൊ ഈ പാവം പിടിച്ചവനെ ഈ മാധ്യമ പ്രവർത്തകർ വിളിച്ചപ്പോൾ ഇയാൾ വിചാരിച്ചത് CPIയിൽ നിന്ന് ഞാൻ BJPയിലേക്ക് വന്നതാണല്ലോ, അപ്പൊ എന്റെ ശത്രുക്കളായിട്ടുള്ള CPIക്കാർ ആരെങ്കിലും ചെയ്തതായിരിക്കും. BJPക്കാർ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾ തർക്കിക്കണേ, ഇത് CPIക്കാരുടെ പണിയാണ് എന്ന് പറഞ്ഞ് അവസാനം പുള്ളിക്ക് അത് മനസ്സിലായി. പുള്ളി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം നിലവിലെത്തിയിട്ടുണ്ട്. ഇതും പോരാഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കാനായിട്ട്, നമുക്കറിയാം ഇപ്പൊ 70% പ്രചരണം നടക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. ആ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കാനുള്ള ഫണ്ട്, ആ ഫണ്ടിനകത്ത് വലിയ തിരിമറിയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കാനുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ നമുക്കറിയാം, നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ
ഇതറിയാലോ, നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്കത് പറയാൻ സാധിക്കും. ഈ PR ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല, വളരെ നല്ല കാര്യം തന്നെയാണ്. അത് നിയമാനുസൃതമാണ്. കാരണം ഒരു പാർട്ടി ഒരു മാധ്യമ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെയോ അതായത് കണ്ടുപിടിക്കുന്നു, അവർക്കൊരു തുക കൊടുക്കുന്നു, എന്നിട്ട് ഇന്ന നേതാവിനെ അസൈൻ ചെയ്യുന്നു, നിങ്ങളിപ്പോ തൃശ്ശൂരിൽ പത്മജയുടെ കൂടെ പൊക്കോളൂ, പത്മജ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു പേജ് തുടങ്ങി അതിനകത്ത് ഇട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കൂ, പ്രചരിപ്പിക്കൂ എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പോസ്റ്റർ അടിക്കൂ, ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൊടുത്തിരിക്കുന്നത് കമ്മികളുടെയും സുഡാപ്പികളുടെയും കയ്യിലായിരുന്നു. അപർണ സെന്നിന്റെ കയ്യിലാണ് കൊടുത്തത്. അപർണയ്ക്ക് ഇതിൽ 19 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു വാർത്തയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടുകാർ പോലും ഇത് അറിയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഈ തട്ടിപ്പൊക്കെ BJP-കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ അല്ലെങ്കിൽ സംഘാനുഭാവമുള്ള മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയും എന്നുള്ളത് കൊണ്ടായിരിക്കും കമ്മികളുടെയും സുഡാപ്പികളുടെ കയ്യിലും കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ കൊടുത്തു. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ബില്ലുകൾ പലതും GST ബില്ലുകളല്ല കൊടുക്കുന്നു. ഇനി GST ബില്ലുകൾ ആരെങ്കിലും നിർബന്ധിച്ച് മേടിച്ചാൽ തന്നെ ആ GST തുക കൊടുക്കുന്നില്ല, അത് മുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആ സർവത്ര അടി മുതൽ മുടി വരെ തട്ടിപ്പാണ്. ഇതിപ്പോ ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നെ തെറി പറഞ്ഞത് കൊണ്ടോ വിജുചേട്ടനെ തെറി പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യമില്ല. ഇത് എന്താ പറയുക, ഇപ്പൊ ഞാൻ സ്തബ്ധനാണ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ബാക്കി ചേട്ടൻ പറഞ്ഞു. രണ്ട് കാര്യമുണ്ട്. നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ താഴെ വന്നിട്ട് വരുന്ന ഒരു കമന്റ് ഇതായിരിക്കും: BJP കാര്യത്തിൽ ഇടപെടാൻ നീ ആരാന്ന് ചോദിക്കും. അവൻ ശുദ്ധ വിവരം കെട്ടവനാണെന്ന് ഞാൻ പറയും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി പബ്ലിക് ഓഡിറ്റിന് വിധേയമാകണം എപ്പോഴും. കാരണം ഈ പണം എന്ന് പറയുന്നത് ഡൽഹിയിലിരുന്ന് അമിത്ഷായും മോദിയും കമ്മട്ടത്തിലടിക്കുന്ന പണമല്ല ഈ പാർട്ടി ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ രക്ഷാ വലിക്കുന്നവനും സാധാരണപ്പെട്ടവനും ആ ദേശീയ പ്രസ്ഥാനത്ത് കൂറുള്ളവനും അവന്റെ ഒരു മാസത്തെ വേതനമോ ഇല്ലെങ്കിൽ അവൻ കഷ്ടപ്പെടുന്ന വിയർപ്പിന്റെ ആ വിലയോ ആയിട്ട് ചിലപ്പോൾ 10 രൂപയായിരിക്കാം, ചിലപ്പോൾ 50 രൂപയായിരിക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് എല്ലാ പാർട്ടികളുടെയും ഫണ്ട്. ആ കൊടുക്കുന്നത് എന്തിനാണ് അവര്? ഇവന്റെ വീട് പണിയാനാണോ, കാറ് മേടിക്കാനാണോ, അതോ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ഡൊണേഷൻ കൊടുക്കാനാണോ, അതോ ബാങ്കിൽ ജപ്തി ചെയ്യാനുള്ള കടം ഉണ്ടായിരുന്നത് കടം വീട്ടാനാണോ? ആണോ? അല്ല. നമ്മൾ ആ പണം കൊടുക്കുന്നത്, ഓരോ പ്രവർത്തകരും ഓരോ സാധാരണപ്പെട്ടവരും ആ പണം കൊടുക്കുന്നത് ദേശീയത ഇല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ നേതാവിനെ കണ്ടുകൊണ്ട് ഉള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം കൊടുക്കുന്നത്. ആ പണമാണ് അടിച്ചു മാറ്റി. അത് ചോദ്യം ചെയ്യാൻ നീ ആരാന്ന് ചോദിക്കുന്നവന്റെ ചെവിക്കുറ്റി ആദ്യം അടിച്ചു പൊട്ടിക്കണം. കാരണം നമ്മളിത് കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആഹോരാത്രം പണിയെടുക്കുന്നവരാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. പിന്നെ ഒരു ജനപ്രതിനിധി അതിന്റെ പങ്ക് പറ്റിയവനും കൂടെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതെ, ഈ ചോദ്യം ചെയ്യുന്നവൻ മറ്റവന്റെ അസ്മാക്കാണ്. ഈ നേതാവിന്റെ തോർത്ത് കഴുകുന്നവനോ അടിവസ്ത്രം കഴുകുന്നവനോ ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങളുടെ വിലയേറിയ വോട്ട് വാങ്ങിയാണ് ജയിക്കുന്നത്, അല്ലേ? അതല്ലാതെ നമ്മളാരെങ്കിലും നരേന്ദ്രമോദി പോലും വാരണാസിയിൽ 7-8 തവണ പ്രചരണത്തിന് വരും. എന്നാൽ പിന്നെ അദ്ദേഹം വലിയൊരു നേതാവ്, ലോക നേതാവില്ല, അദ്ദേഹത്തിന് വരേണ്ട പോലും ആവശ്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹം വന്ന് വോട്ട് ജനങ്ങളോട് ചോദിക്കാറുണ്ട്, എനിക്ക് ചെയ്യണം എന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പം ആ ജനങ്ങളുടെ വോട്ടിനാണ് വാല്യൂ. വോട്ട് ചെയ്യുന്ന ജനം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതല്ലാതെ ഇവിടെ കുടുംബ സ്വത്തൊന്നും ആരുടെയും ഇല്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ധനുഷ് ആദ്യം പറഞ്ഞ കണക്ക് നാറിയവൻ ഒരിക്കലും നാറ്റം അറിയില്ല, അതറിയില്ലേ? ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ ഒരുപാട് നാറ് നിൽക്കുകയാണ്, എനിക്ക് നാറ്റം അറിയാൻ പറ്റില്ല. ചുറ്റുപാടും ഒക്കെ എല്ലാവർക്കും നമ്മുടെ നാറ്റം അറിയാൻ പറ്റും. നമ്മൾക്ക് ശരീരത്തിന് ഒരുപാട് ദുർഗന്ധം ഉണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നതിനെ ഫീൽ ചെയ്യത്തുള്ളൂ, നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതേ അവസ്ഥയാണ് ഇതിനകത്ത് പല നേതാക്കന്മാർക്കും. ഇതിനകത്ത് ഒരു നേതാവുണ്ട്, ഇയാള് കയറി വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പലരെ പാര വെച്ചും കുത്തിത്തിരിപ്പുണ്ടാക്കിയ വന്നൊരു സ്റ്റേറ്റ് നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വപ്നം സംസ്ഥാന അധ്യക്ഷനാകുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം അതിനേക്കാൾ വലിയൊരു സ്വപ്നം കൊണ്ടു നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ നേമം മണ്ഡലത്തിൽ താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് കേരളത്തിൽ ഉടനീളമുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ ആരാധിക്കുന്നുണ്ട് എന്നും എല്ലാ ദിവസവും രാവിലെ തനിക്ക് പുഷ്പഹാരം നൽകിക്കൊണ്ടാണ് അവർ തുടങ്ങുന്നത് എന്നുമൊക്കെയാണ് ഈ നേതാവ് തട്ടിവിടുന്നത്. അതാണ് നാറി നിൽക്കുന്ന ഒരു നേതാവ്. ഈ നേതാവിന് മാത്രം ചുറ്റുമുള്ള താൻ നാറി നിൽക്കുകയാണെന്ന് പുള്ളിക്ക് അറിയുന്നില്ല. പുള്ളിയുടെ നാട്ടം പുള്ളിക്ക് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നേതാവിന്റെ പേര് ഞാൻ പറയുന്നില്ല, അധികം വൈകാതെ പേര് പുറത്തു വരും. ഇപ്പൊ തന്നെ പേര് പലയിടത്തൊക്കെ വന്നിട്ടുണ്ട്, ഞാനായിട്ട് പറയുന്നില്ല. നമുക്കറിയാവുന്ന ഒരാളും കൂടെ ആയതുകൊണ്ടാണ് ഞാനത് ആ പേര് ഇതിലേക്ക് ഞാൻ വലിച്ചഴക്കാത്തത്. ഇദ്ദേഹത്തിന്റെ ധാരണ ഇദ്ദേഹം ഒരു സംഭവമാണ് എന്നുള്ളതാണ്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചുപോയ ചില പ്രചാരകന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ഓൺലൈൻ ചാനലിൽ പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പുള്ളി ഒരു സംഭവമാണ് എന്ന് ഇദ്ദേഹം അവതരിപ്പിച്ചു. എന്നെ കണ്ടെത്തിയത് സംഘപ്രചാരകരാണ്, അവരാണ് എന്നെ ഇങ്ങനെ വളർത്തിയെടുത്തത്, പാലൂട്ടി. കാരണം ഈ കണ്ടിട്ടുണ്ട് എപ്പോഴും ഈ BJP-യുടെ നേതാക്കന്മാർ എപ്പോഴും നാറി നിൽക്കുന്ന സമയത്ത് അവരാദ്യം ചെയ്യുന്ന പണി താനൊരു സ്വയം സേവനാണെന്ന് പറയും. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഗണവേഷം ഇട്ടൊരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും.
അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള സംഖ്യകളൊക്കെ കൂടെ ഒന്ന് ജയ് ജി ജു എന്നൊക്കെ കിടന്ന് വിളിച്ച് ഇവരെ അങ്ങ് ഹരമാക്കിക്കും, ഇതൊന്ന് മാറ്റിക്കളയും. ഇതാണ് ഇവർ ചെയ്യുന്ന പണി. എന്നാൽ ഇവര് പ്രതാപകാലത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും സ്വയംസേവനെ കണ്ട് ഒന്ന് ചിരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇവർക്ക് സ്വയംസേവനം അറിയില്ല. ഇവർ നോക്കാറുമില്ല, ചിരിക്കാറുമില്ല, മിണ്ടാറുമില്ല. പണി കിട്ടുമ്പോൾ ഇവർ ഇതേ ലെവലിൽ വരും. പിന്നെ സംഘത്തിന്റെ പരിപാടികളൊക്കെ ഇവർ പങ്കെടുക്കും. ഇതൊക്കെ ഒരു ആചാരമാണ്, അത് കാലങ്ങളായിട്ട് നടന്നു പോകുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, അത് അവരുടെ ജീവിതമാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുന്നവരൊന്നും പൈസ എടുക്കരുതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം രാപകല് കഷ്ടപ്പെടുന്നവന് വണ്ടിക്കാശ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇച്ചിരി പൈസ എടുക്കുന്നുണ്ടോ തെറ്റില്ല. പക്ഷെ ഇതിങ്ങനൊരു വെട്ടിപ്പ് ലോകത്ത് ആദ്യമാണ്. ഇല്ലാത്ത കാര്യത്തിനാണ് പൈസ അടിച്ചിരിക്കുന്നത്. ഓടാത്ത കാറിന് പൈസ, കിടക്കാത്ത റൂമിന് പൈസ, റൂം എടുത്തിട്ട് കിടത്തിട്ടില്ല, കിടക്കാത്ത റൂമിന് പൈസ, ലോകമാരാധിക്കുന്ന നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് വെക്കുന്നതിൽ പോലും അടിച്ചു മാറ്റിയിട്ടുണ്ട്. വലിയ രസകരമായ കാര്യം വെച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സമാന്തര BJP ആണ്. രാജ്യത്ത് BJP ഒന്നേ ഉള്ളൂ. അതിന്റെ നബിൻജിയാണ് അതിന്റെ ദേശീയ അധ്യക്ഷൻ. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഓരോ മണ്ഡലത്തിൽ ഓരോ BJP ഉണ്ട്. സെപ്പറേറ്റ് IT വിങ് ഉണ്ട് അവർക്ക്. അതായത് അവരുടെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നിട്ടുള്ള ഒരു PR ടീമുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഇവര് തന്നെ ഒരു സെക്ഷൻ വെച്ചിരിക്കുക. യുവമോർച്ച ഇവര് തന്നെയാണ് ഇത് മൊത്തം സമാന്തര BJP ആണ്. 140 മണ്ഡലങ്ങളിലുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏതാണ്ട് ശരാശരി, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു 1.5 കോടി മുതൽ 4-5 കോടി വരെ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും മുടക്കിയിട്ടുണ്ട്. ഇതിൽ പകുതി കൂടുതലും പോയിരിക്കുന്ന സ്ഥാനാർത്ഥി അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പ്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളുണ്ട്. സ്ഥാനാർത്ഥികൾ അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളും തമ്മിലാണ് ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഏതെങ്കിലും നേതാക്കന്മാരുടെ അണികളുടെ ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടോ? ഇല്ല. കാരണം പെയ്ഡ് ചെയ്യാനുള്ള പൈസ ഇപ്പൊ ഇല്ല. കാരണം അടിച്ചു മാറ്റിയത് സ്വസ്ഥമായിട്ട് വെച്ചിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ആ ഒരു കെയർ ഓഫിൽ കിട്ടുന്ന പൈസ, ഈ മെയ് അനങ്ങാതെ കിട്ടുന്ന പൈസ എന്തും ചെയ്യുമല്ലോ, അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അയാളുടെ ഒരു ഭീമമായിട്ടുള്ള ലോൺ ഇത് കഴിഞ്ഞപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അച്ചീവ് ചെയ്തു, എല്ലാം അച്ചീവ് ചെയ്യണം. എന്നിട്ട് ഭീമമായിട്ടുള്ള ലോൺ ക്ലോസ് ചെയ്തു. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്കറിയാവുന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ BJPയിൽ ഒരു പടുഭണ്ഡാരം പോലത്തെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാരാർജി ഭവൻ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ, ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ. അവിടെ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഭയങ്കരമായിട്ടുള്ള ആധുനിക 5 സ്റ്റാർ ഹോട്ടൽ പോലുള്ള ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. പക്ഷെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും പല നേതാക്കളും ഇവിടെ വന്നു കഴിഞ്ഞാൽ താജിലോ ഹൈസിന്ദിലോ ഒക്കെ താമസിക്കുമോ, അവിടെ പോവില്ല. ആ താജിലെ ഹൈസിന്ദിലെയൊക്കെ ബില്ല് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിനകത്ത് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആരും പുറത്ത് പറയില്ല. ഇത് പുറത്ത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ എടുക്കാനാണെന്നുള്ളത്. ഇനി ഇതിനകത്ത് ഒരു വലിയ ഹൈന്ദവ നേതാവുണ്ട്. പുള്ളി ഭയങ്കര തീപ്പൊരി ഹൈന്ദവ നേതാവ്. പുള്ളിയുടെ ഒരു ബന്ധു, പുള്ളിയുടെ അളിയന്മാരൊക്കെ പാർട്ടിയിലുണ്ട്. പുള്ളിയുടെ ഒരു ബന്ധു, വേറൊരു ബന്ധു. ആ ബന്ധുവിന് അത്യാവശ്യം ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു. ആ ജോലി രാജിവെപ്പിച്ചുകൊണ്ട് BJPയുടെ ഓഫീസിനകത്ത് ഒരു ഉന്നതമായ പോസ്റ്റ് കൊടുക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഒരു പെട്രോൾ പമ്പും ഗ്യാസ് ഏജൻസി ലഭിച്ചു എന്നുള്ളതാണ്. ലൈസൻസ് ലഭിച്ചു, അത് തരപ്പെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചോദിക്കില്ലേ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നടത്താനുള്ള പണം വേണ്ടേ? എല്ലാവർക്കും അയാളെ അറിയാം. നടത്താനുള്ള പണം എവിടുന്നാ സംഘടിപ്പിച്ചത്? ഈ ഇലക്ഷൻ ഫണ്ടിൽ നിന്ന് എടുത്തു. സ്ഥലം വേണം, ഗ്യാസിന്റെ സ്റ്റേഷൻ കെട്ടണം, ഇതെല്ലാം വെക്കണമല്ലോ പമ്പ് സ്ഥാപിക്കാനായിട്ട്. ആ പണം ഇതിൽ നിന്നാണ്. അതായത് മാറാത്തത് മാറി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഈ പാർട്ടിയിലുള്ള ചിലരുടെയൊക്കെ ജീവിത നിലവാരം വല്ലാതെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. വലിയ പൈസയാണ് അതിനകത്ത്. ഇതിപ്പോ ആദ്യമല്ല, BJPയിൽ എല്ലാ കാലത്തും ഈ പണം അടിച്ചു മാറ്റുക എന്നുള്ളത് അവരുടെ രീതിയാണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ധാരണ മുഴുവൻ ഈ ചോദിക്കാനും പറയാനും ആരില്ലാത്ത പാർട്ടിയാണെന്നോ അതോ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് വെറും പൊട്ടന്മാരാണെന്നുള്ള ധാരണയിലാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നേരെ നടക്കാറില്ല. ഇവിടെ ഈ ഓഡിറ്റിംഗ് നടക്കുന്നത് മാത്രമല്ല, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല നേതാക്കളെ റോഡിൽ ഇറങ്ങി ജനം പറഞ്ഞത് പിരിവുകാരൻ വരുന്നതാണ്. ഒരു വർഷത്തിൽ 4-5 തവണ പിരിവ് കാണും. ഇത് കൂടാതെ വെരിഫിക്കേഷൻ പിരിവുണ്ട്. ഇപ്പൊ വെരട്ടിലൊന്നും ആരും നിൽക്കാറില്ല. മുമ്പൊക്കെ BJPക്കാരെന്ന് പറഞ്ഞ റോഡിലെടുത്ത് മുണ്ട് മടക്കി കുത്തിരുന്ന 10 പേർക്ക് പേടിയെങ്കിലും വരുമായിരുന്നു. ഇപ്പൊ കോമഡി പീസാണ്. CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമഡി പീസ് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ BJPയുടെ നേതാക്കന്മാരാണ്. കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വേഷം കെട്ടൽ മാത്രമേ ഉള്ളൂ, ജാടയും വേലയും പോസ്റ്റും ഒക്കെ ഉള്ളൂ. പൈസ അടിക്കുന്നതോട് തെറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരിയൊക്കെ അടിക്കാം. കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇതാണല്ലോ ഉപജീവനം. രാഷ്ട്രീയം ഉപജീവനമായി നടക്കുന്നവർക്ക് ഉദരം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ആമാശയത്തിന് വേണ്ടി നമ്മൾ അടിക്കാം. പക്ഷെ ഇത് കണക്കൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. കൊടി, ഞങ്ങളുമൊക്കെ സംഘടനാ പ്രവർത്തനം ചെയ്ത് തന്നെ വന്നവരാണ്. ഞങ്ങളൊക്കെ കൊടി തയ്ക്കുന്നെങ്കിൽ ഞങ്ങൾ പിരിവെടുത്തിട്ട് അത് തയ്യക്കടയിൽ കൊണ്ട് കൊടുത്ത് അതിന്റെ എല്ലാം പൈസ നമ്മളാണ് എക്സ്പെൻസ് വഹിക്കുന്നത്. ഇന്ന് ആ കൊടി മറിച്ചു വിറ്റുന്നത്. പിന്നെ കള്ളത്തരത്തിൽ കൊടി അടിച്ചു 1.25 കോടി രൂപ അടിച്ചു ഒരുത്തൻ. അവന്റെ അസിസ്റ്റന്റ് ആ കൊടി കൊണ്ട് വേറൊരിടത്ത് മറിച്ചു വിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞ പാർട്ടിക്കാർ തല്ലിക്കൊല്ലേണ്ടതാണ്. ഇവിടെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമുള്ളത്. അവന്മാർ അടിച്ചു ഒതുക്കി കളയാം അവിടെ.
ഇവിടെ അടിക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് ആരെ തല്ലും, എല്ലാം ഇത് തന്നെയാണ്. ഇതിനകത്ത് വളരെ കുറച്ചുപേരേ ഉള്ളൂ സത്യസന്ധരായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇവര് ചെയ്യുന്ന പണി വെച്ചാൽ ഇവരെന്തോ ഒരു സംഭവമാണെന്നാണ്. ഈ തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ സംസ്ഥാന നേതാവിന്റെ ധാരണ തന്നെ പുള്ളി അടുത്ത പ്രധാനമന്ത്രി ആകുമെന്നാണ് പുള്ളി പലയിടത്തും പറയുന്നത്. ഒന്നുകിൽ ഞാൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ സംസ്ഥാന അധ്യക്ഷനാകും. പിന്നെ ഇത് കൂടാതെ നിയമം നമുക്ക് ഉറപ്പിച്ചിരിക്കില്ലേ, രാജീവ് ജി പോയാൽ ഞാനാണ് എന്നാണ് പുള്ളി പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹം ഒരു സമ്പന്നനായതുകൊണ്ട് കൈയിട്ട് വാരില്ല എന്നുള്ളത്. പക്ഷെ സത്യത്തിൽ പറഞ്ഞ പുള്ളിക്ക് ഈ കേരള പൊളിറ്റിക്സ് അറിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് എനിക്ക് തുടക്കം മുതലേ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി എല്ലാം ശരിയല്ല. ഏറ്റവും വലിയ രസം, ഇപ്പൊ PR വെച്ചിരിക്കുന്ന എല്ലാവന്മാരും വേറൊരു PR വെച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം എന്താ അറിയാവോ, ഈ നേതാക്കന്മാരിടുന്ന പോസ്റ്റുകൾക്ക് താഴെ നല്ല തെറി വരുന്നുണ്ട്. ആ തെറി ഡിലീറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിനെ വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പൈസ എവിടെ നിന്ന് അടിച്ചു കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല, അത് വെച്ചിട്ടുണ്ട്. കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ ഈ നേതാക്കന്മാരുടെ പോസ്റ്റ് നേരെ ഒരു കമന്റ് ഇട്ട് 10 മിനിറ്റ് എഴുതുന്ന മുമ്പ് കമന്റ് ഡിലീറ്റ് ആവും. ഈ നന്മയുള്ള കമന്റ് ഇവർ കുറെ പേരെ കൊണ്ട് ഇടിയിക്കും. സിംഹമേ, നേതാവേ, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഇടും. അടുത്ത കേന്ദ്രമന്ത്രി അങ്ങനെയൊക്കെ ഇടിക്കും. അതല്ല അതിൽ കിടക്കും. ഈ ചുമ്മാ അതാണോ ഇവന്മാര് ശബരിമല സമരം ചെയ്തിട്ട് ജനം കൂടെ നിൽക്കാത്തത്? ഈ വലിയ കൊള്ള നടത്തിയവൻ, സ്വന്തം പാർട്ടിയെ വിറ്റ് പുട്ടടിക്കുന്നവൻ എങ്ങനെയാണ് ശബരിമലയിലെ കൊള്ളയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നത്? ഇത് ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ക്രിസ്ത്യാനി ഒന്നും തെരുവിളിച്ചിട്ട് ഒരു കാര്യമില്ല? ആദ്യം ഇവിടെ വേണ്ടത് ഇവിടുത്തെ നേതാക്കൾക്ക് ഒരു വിശ്വാസ്യതയാണ്. ഇവിടെ വിശ്വാസമുള്ള എത്ര നേതാക്കൾ BJPക്കുണ്ട്? നമുക്കൊരു കാര്യം, സാധാരണ ഒരു പ്രവർത്തകന് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒരു കാര്യം പറയാൻ വിശ്വാസമുള്ള എത്ര നേതാക്കൾ കേരളത്തിലുണ്ട്? ഒരുത്തനും ഇല്ല, ഫോൺ എടുക്കത്തില്ല. അതിനിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്, എനിക്കൊരു വിചിത്രമായ ഫോൺ ഉണ്ട്, അതിനകത്ത് 10,000ങ്ങളുടെ നമ്പറാണുള്ളത്, എല്ലാ ദിവസവും ഞാൻ ഇവരെ രാവിലെ വിളിച്ച് ഇത് ചെയ്യും, കേരളത്തിന്റെ സ്നേഹാദരങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. നാറ്റമുള്ളവന് നാറ്റം അറിയില്ല, കാരണം അതൊരിക്കലും അറിയാൻ കഴിയില്ല. അപ്പം ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കൗതുകം. സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളെ എല്ലാം വെച്ച് ഈ ടീം എങ്ങാനാണ് സംസ്ഥാന അധ്യക്ഷനാകുന്നെങ്കിൽ 2 ദിവസത്തിനകം മാരാർജി ഭവൻ വിൽക്കും, ഉറപ്പാണത്. 2 ദിവസത്തിനകം മാരാർജി ഭവനൊന്നും കാണത്തില്ല. അപ്പൊ ഇതേ കാരണം ഇത് നമ്മളെ കണക്കുള്ള മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞവരുണ്ട്, ജീവിതം കളഞ്ഞവരുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, കൊടിയ മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വിയർപ്പിന്റെ വിലയിൽ നിന്ന് എടുത്ത എമൗണ്ടുകൾ ഒരു കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് വന്ന് വലുതാക്കിയ ഒരു പ്രസ്ഥാനമാണിത്. അതിന്റെ തലപ്പത്തേക്ക് ഒരു ഇടക്കാലം കൊണ്ട് കയറി ഇവരൊക്കെ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പണ്ടുതൊട്ടാണ്. ഡോക്ടർ ജിയുടെ പേരൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അത്രയും പ്രായം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഇച്ചിരുടെ പ്രായം കൂടി ഇരുന്നേ പറഞ്ഞില്ല. ഡോക്ടർ ജി എന്നെ കണ്ടെത്തുകയായിരുന്നു, ഡോക്ടർ ജിയും ഗുരുജിയും കൂടെ ചേർന്നിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്, നിങ്ങൾ ഇതിന്റെ ഇന്ന പദവിയിൽ ഇരിക്കണം. എന്തോ പ്രായമാണ് ഇവനൊക്കെ സാമാന്യ ബോധത്തിൽ നിന്ന് ആലോചിക്കണ്ടേ? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ നിങ്ങളുടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ പിച്ചകാലം മുതൽ, അതായത് ബാല്യകാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന, പിച്ച വെക്കുന്ന കാലം മുതൽ, ആ കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ തള്ളിത്തരണമെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതിപ്പോ വന്നിരിക്കുന്ന മനുഷ്യ ചെറിയൊരു ഭാഗം മാത്രമാണ് അഴിമതിയുടെ. വരാൻ കിടക്കുന്ന ഡെയിലി വരുന്നതുണ്ടല്ലോ. സത്യത്തില് ഞാനിത് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നതാ. എനിക്കൊക്കെ വരുന്ന ഇനി ഇത് വോയിസ് മെസ്സേജ് ഉണ്ട്. ഒരു സംസ്ഥാന നേതാവ്, ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു യുവതി. ഈ യുവതി ചെറിയ ചില്ലറക്കാരിയല്ല, അത്യാവശ്യം നല്ല ഹോൾഡുള്ള ടീമാണ്. ഇവിടെ അല്ല, കേരളത്തിന് പുറത്താ യുവതി, ഇന്ത്യ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹോൾഡും സാമ്പത്തിക ശേഷിയും മറ്റ് അധികാരികൾ. അവിടെ ആദ്യം പറഞ്ഞു, ഞാൻ സംസ്ഥാന നേതാവാണ്, അടുത്ത് തന്നെ ഞാൻ MLA-യും മന്ത്രിയും ഒക്കെ ആകും, പിന്നെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എന്നെ പരിഗണിക്കുന്നുണ്ട്. വലിയ തള്ളൊക്കെ തള്ളി. പുള്ളിക്കാരി ഇതൊക്കെ കേട്ടു, രസിച്ചു, കൊള്ളാം, നന്നായിട്ട്, നമുക്ക് ഒന്നിച്ചു പോകണം. കാരണം ഈ ഒരു പാർട്ടിക്കാരിയൊന്നും അല്ല, ഒന്നിച്ചു പോകണമെന്ന് ഭയങ്കര ഒലിപ്പീര. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ അത് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവൻ ഈ ഒലിപ്പീര് ഒരു വാർഡിൽ പോയി ഒലിപ്പിച്ച 2 വോട്ട് കിട്ടും അല്ലെ? സാധാരണ ജനത്തിനടുത്ത് എനിക്ക് വോട്ട് ചെയ്യണേ താണേ, ഇതേ കണക്കുകൾ ബെഗ് ചെയ്തിട്ട് അവസാനം പറഞ്ഞ് നമ്മളെയൊക്കെ ഇതായി കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ ഭവിഷ്യത്ത് ഭയങ്കരമാണ്. അവര് നല്ല പുളിച്ച തെറി വിളിച്ചിട്ട് പറഞ്ഞ്, നിന്നെ ഞാൻ ഇവിടെ വരുത്തും എന്ന് പറഞ്ഞു. അവരുള്ള സ്ഥലത്ത് ഞാൻ നിന്നെ ഇവിടെ വരുത്തും, കാണണം നിനക്കൊന്ന് ചോദിച്ചു. മിണ്ടിയില്ല. അതുവഴി കണ്ടം വഴി ഓടിയ ടീം. ഇനി ഇതിപ്പോ നമ്മൾ കണ്ടത് ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണ്. ഇനി ഇതിനകത്ത് പലരുടെയും കാമുകിമാര് ഉണ്ട് ഇതിനകത്ത്, ഈ തട്ടിപ്പിനകത്ത്. കാമുകനും കാമുകയും ചേർന്ന്, കാമുകിക്ക് സെപ്പറേറ്റ് പൈസ, സെറ്റിൽമെന്റിനൊക്കെ ഉള്ള പൈസകൾ അത് ഇതിൽ നിന്ന് തന്നെ കൊടുത്തവരുണ്ട്. വിചിത്രമായ ഒരു കഥയാണിത്. അതുണ്ട്. ഇത് കാമുകി എന്ന് പറയുമ്പോൾ കൊച്ചു പിള്ളേരൊന്നും അല്ല കേട്ടോ, ഇതെല്ലാം അത്യാവശ്യം നല്ല പ്രായമുള്ളവരാണ്. അവർക്കുണ്ട്, അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുത്തവരുണ്ട്. സുഡാപ്പികളുമായി ചേർന്നിട്ട് പിന്നെ പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. മീൻ കച്ചവടം തൊട്ട് മുകളിലോട്ട് എല്ലാം നടത്തുന്നു. ഇത് പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ കഥകളൊക്കെ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ യുവക്കാർക്ക് നടക്കാൻ പോലും പറ്റില്ല.
എന്നിട്ട് ഇവരുടെ തള്ളാണ് സഹിക്കാൻ പറ്റാത്തത്. ആർഷ ഭാരത സംസ്കാരം കെട്ടിപ്പടുക്കുവാനും കേരളത്തിൽ സംശുദ്ധമായ ഭരണം, ഈ കള്ളനൊക്കെ എങ്ങനെയാണ് സംശുദ്ധ ഭരണം? സ്വന്തം പാർട്ടിയുടെ കൊടിവിറ്റ് തിന്നവനാണല്ലോ നാളെ കേരളം ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇതിലൊക്കെ എത്ര ഭേദം പിണറായി വിജയനാണ്. കുറഞ്ഞ വർഷം പൈസ അടിച്ചിട്ട് അയാളുടെ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു, AKG സെന്ററിന് വേണ്ടിയിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ പാർട്ടി അയാൾ ഊറ്റിയിട്ടില്ല ഒരിക്കലും. ശരിയല്ലേ? അയാൾ മോട്ടിച്ചതിന്റെ പകുതി കൂടുതൽ അയാൾ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ CPM-നകത്ത് അവര് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ഫണ്ട് നീക്കി വെക്കും. സ്വന്തം പാർട്ടിയുടെ അടിവേര് ഇല്ലെങ്കിൽ അടിക്കൽ ഊരിക്കൊണ്ട് പോകുന്നവരെ ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവര് ശബരിമല കൊള്ളയെ കുറിച്ച് എന്താ ഇവരൊന്നും മിണ്ടാത്തെന്ന് വെച്ചാൽ ജനം ചോദിക്കും, എടാ അതിലും വലിയ കൊള്ളയാണല്ലോ നിന്റെ കുടുംബത്തിൽ നടന്നത്, നീ അതിനെക്കുറിച്ച് ആദ്യം എന്ന് പറയുന്നോണ്ടാണ്. എന്നിട്ട് ഒരു ഒളിപ്പില്ലാതെ തള്ളുകയാണ് നിന്നിട്ട്, ഇതാണ് ഞങ്ങൾ വലിയ സംഭവമാണെന്ന്. ഇതൊന്നും മൂടി നമ്മൾ ശരിക്കും എടുക്കേണ്ടെന്ന് വെച്ചിരുന്നതാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട്. കാരണം വെറും വൃത്തികെട്ട സബ്ജക്റ്റ്. കേരള BJP കുറിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ വാർത്ത എടുക്കുക, ധനുഷിന് അറിയാമല്ലോ, നമ്മൾ വളരെ കുറച്ച് വാർത്തകൾ മാത്രമാണ് അത് എടുക്കാറുള്ളത്. അത് എടുക്കണ്ടെന്ന് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, വെറും വൃത്തികെട്ടവന്മാരായതുകൊണ്ടും പരനാറികളാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നത് ബഹുഭൂരിപക്ഷം പേര്. ഇവനൊക്കെ എന്ന് പറഞ്ഞൊരു സത്യത്തിൽ പരനാറികളാണ്. അതായത് ഒരു മര്യാദ വേണ്ട. ഇവൻ കള്ളനാണെന്നുള്ള കാര്യം ആ പഞ്ചായത്തിലുള്ളവർക്കും മണ്ഡലത്തിലുള്ളവർക്കും സംസ്ഥാനത്തുള്ളവർക്കും എല്ലാവർക്കും അറിയാം. ഒരു കള്ളൻ ആദ്യം വേണ്ട ഒരു കാര്യം ബോലികുമാർക്ക് അറിയത്തില്ല. ഒരു കള്ളൻ ആദ്യം വേണ്ട എന്താണെന്ന് അറിയാവോ? എളിമ എന്ന് പറഞ്ഞൊരു സാധനം. കള്ളന്മാരെ കണ്ടിട്ടുണ്ടോ ധനുഷ്? ഒരു കള്ളൻ ആദ്യം നമ്മളെ കാണുമ്പോൾ കുനിഞ്ഞു കുമ്പിട്ട് സംസാരിക്കും. എന്തിനാണ്? അയ്യോ പാവം എന്ന് നമ്മളെ കൊണ്ട് പറയിക്കണം, അതിന് വേണ്ടിട്ടാ. പക്ഷെ ഇവന്മാർ അങ്ങനെയല്ല, മോട്ടിക്കുകയും ചെയ്യും, വലിയ സംഭവമായിട്ട് അവതരിക്കുകയും ചെയ്യും. ഞാനൊരു വലിയ സംഭവമാണ്, ഇനി അടുത്ത MLA-യും MP-യും മന്ത്രിയും ഒക്കെ ആയിപ്പോകുന്ന ആളാണ് ഞാൻ. കേന്ദ്രത്തിലേക്ക് എന്റെ പേര് ആഭ്യന്തര മന്ത്രാലയത്തിലേക്കാണ്. ഇവനൊക്കെ ആഭ്യന്തര മന്ത്രാലയത്തിലല്ല, ഈ ധന മന്ത്രാലയത്തിലേക്കാണ് പരിഗണിക്കേണ്ടത്. കാരണം ഇല്ലാത്ത സാധനത്തിന്റെ പേരിൽ ഇത്രയും പൈസ അടിച്ചു മാറ്റുന്ന ഇവന് ശരിക്കും പറഞ്ഞ ഇന്ത്യയുടെ എക്കണോമിയൊക്കെ നോക്കാൻ വളരെ എളുപ്പമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടൗട്ട് അടിക്കുന്ന പൈസ, ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ സ്ഥാപന ഉടമ പറയുന്നു, 31 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കമ്മീഷൻ തന്നതല്ല, ഞാൻ പട്ടിണിയിലാണ്, നിങ്ങൾ ബാക്കി പൈസ താന്ന്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസയെ കിട്ടാറില്ല. PR വർക്കുകാരെന്ന് പറഞ്ഞാൽ ഈ ഗതിയില്ലാത്ത ഒരുപാട് ചാനലുകാരുണ്ട് ധനുഷിന് അറിയാവുന്നതല്ലേ അത്. 5000 രൂപയും 2000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ അവതാരങ്ങൾ പാടും. കണ്ടില്ലേ മുണ്ടെടുക്കുന്നത് നേതാവ്, കണ്ടില്ലേ നീല ഷർട്ടിൽ നേതാവിന്റെ ആ പളവളപ്പ് കണ്ടില്ലേ നേതാവ്. ഇനി മരണ വീട്ടിൽ പോകുന്ന എത്ര നേതാക്കന്മാരുണ്ട്? കല്യാണ വീട്ടിൽ പോകാറുണ്ട്, കാരണം അവിടെ ചിരിച്ചു കളിച്ച് ഒരുപാട് പേരുണ്ട്. മരണ വീട്ടിൽ പോകുന്ന അനുശോചനമല്ല, ശരിക്കും പറഞ്ഞാൽ വേർപാടുണ്ടാകുന്നിടത്തല്ലേ ആദ്യം പോകണ്ട, അവിടെ ഒന്നും ഇവരെ കാണത്തുമില്ല. ഇവരാണ് എന്തുകൊണ്ട് പഴയ ഒരു നിലയും വിലയും എവിടെങ്കിലും ഉണ്ടോ ഇവിടെ കേരളത്തിൽ? എന്തുകൊണ്ടില്ലാതെ പോയി എന്ന് അവർ ആദ്യം ആലോചിക്കണ്ടേ? മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ BJP ഒരു നേതാവ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് പവർ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പവർ പോയി. വഴിയിൽ കൂടെ പോകുന്ന സുകുമാരൻ നായർ വരെ കയറി വലിച്ച് നിരങ്ങിയിട്ട് പോകുന്ന ഒരു സ്ഥാപനമായി അത് മാറി. വഴിയിൽ കൂടെ പോകുന്ന ഒരു വയ്യാവിലേക്ക് തെറി വിളിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറി. എന്തുകൊണ്ടാണ്? ആ ഒരു ഇതിന്റെ മൂല്യം അറിയാതെ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു. എന്നിട്ട് ഇവർ ചെയ്യുന്ന മണിയാച്ചാൽ ഇവരുടെ കുറെ പൈസ കൊടുത്ത് കുറെ ഗുണ്ടകളെ വെച്ചിട്ട് ആരെങ്കിലും ഫേസ്ബുക്കിൽ കൂടെ തെറി വിളിച്ച്, ഞങ്ങളെന്നും തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞെലിക്കുന്നത് വിഷയമല്ല. കാരണം 28 കൊല്ലമായിട്ട് തെറി വയ്ക്കുന്ന ഒരാളാണ് ഞാൻ. കേട്ടില്ലെങ്കിലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ അവന്റെ മുതുമുത്തച്ഛന്റെ കുടുംബം വരെ ഞാൻ എടുത്തിട്ട് വെളുപ്പി അലക്കി കൊടുക്കാറുമുണ്ട്. അതെന്റെ മൂഡ് കണക്കിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പൊ നമ്മളിത് എടുത്തത് നമ്മൾ എന്തായാലും ഇത് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെടുത്ത മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇത് ആദ്യം എനിക്ക് തോന്നുന്നത് ധനുഷ് അടക്കമുള്ള വളരെ ചുരുക്കം മാധ്യമപ്രവർത്തകർ ഇത് പുറത്തുവിടുന്നത് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. PR വർക്കിന് വേണ്ടി പൈസ അടിച്ചത് കൊടുമ്പിരിയുടെ കമ്മ്യൂണിസ്റ്റുകാർ, ഹിന്ദു എന്ന് പറയാൻ മടിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരി, BJP-ക്കാരെ ഊർവാടം വിളിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് കൊണ്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് പല സ്ഥാനാർത്ഥികളും അതിന്റെ ഇരട്ടി മേടിച്ചു. ലക്ഷങ്ങൾ അവർക്ക് കിട്ടിയെങ്കിൽ അതിന്റെ ഇരട്ടി ലക്ഷങ്ങൾ ഇവരെ അടിച്ചു മാറ്റി കമ്മീഷൻ ലെവലില്. ധനുഷ് പറയാൻ ശരിയാണ്. സംഘ ഇല്ലെങ്കിൽ ഈ BJP-യുടെ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ ആ ഹോൾഡിൽ നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് ഈ പൈസ കൊടുത്താൽ അവർ കണക്ക് പുറത്തു പറയുമല്ലോ. അപ്പൊ കണക്ക് പറയാതിരിക്കാൻ വേണ്ടി സ്വന്തക്കാരെ ബന്ധുക്കളെ മുഴുവൻ തിരികെ കയറ്റി അവർക്ക് വേണ്ടി പൈസ അടച്ചു. എന്നിട്ട് ഇവരുടെ ഡയലോഗാണ് പിന്നെ സഹിക്കാൻ വയ്യാത്ത. ഞങ്ങളില്ലെങ്കിൽ കേരളത്തിൽ ഹൈന്ദവ സമൂഹം ഇല്ലെങ്കിൽ ഇതെന്താകും കേരളത്തിൽ? ഒരു മിണ്ടാക്കും ആകത്തില്ല. ഇവരൊന്നും വിചാരിച്ചിട്ടല്ല ഇവിടുത്തെ പ്രശ്നം തീർക്കുന്നത്. അവർ തന്നെ ആദ്യം ആലോചിക്കേണ്ടത് ഈ ഒരു മണ്ഡലത്തിലുള്ള എത്ര BJP-ക്കാർക്ക് ഒരു പെറ്റി കേസെങ്കിലും തീർത്തു കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, ഇവര് എന്തെങ്കിലും ഒരു ഇടപാട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു നോക്കട്ടെ. അവർ വോട്ട് ചെയ്യുന്ന നരേന്ദ്രമോദിയെ കണ്ടിട്ട് അവരുടെ വികസനം കണ്ടിട്ടാണ്, അല്ലാതെ എക്സ്ട്രാ ബാസ് ഇട്ട് സംസാരിക്കുന്നവരെ കണ്ടിട്ടോ ഇല്ലെങ്കിൽ കളറുള്ള ഡ്രസ് ഇടുന്നവരെ കണ്ടിട്ടോ അല്ല. അവരെ എന്ത് കാണാനായിരിക്കുന്നത്? അതാണ് അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം വിദേശത്ത് എവിടെയാണ്, അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടുതൽ കണക്ക് വരും. ഒരുപക്ഷെ പുള്ളിക്ക് തന്നെ തലച്ചുറ്റിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ആസ്തിയേക്കാൾ ഇരട്ടി ആസ്തി ഇവിടുത്തെ BJP-ക്കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട്.
ഇതുവരെ പുള്ളിയായിരുന്നു ഏറ്റവും വലിയ ആസ്തിയുള്ള ബിസിനസ്സുകാരൻ. 4,500 കോടി രൂപ എങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ ആസ്തി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇനിയിപ്പോ പുള്ളി കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും പുള്ളിയുടെ ചുറ്റുപാട് ഇരിക്കുന്ന പല സംസ്ഥാന നേതാക്കന്മാരും പറഞ്ഞു 5,000 കോടിയുടെ ആസ്തി ഉള്ളതാണ് ഈ നേതാവ്, ഇതിന് 5,000 കോടി ആസ്തി. ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നത് വരും. എനിക്കൊന്ന് ഈ ഫോബ്സിന്റെ പട്ടികയിലൊക്കെ ചിലപ്പോൾ വരും. രാജേഷ് മിത്തൽ എന്ന് പറയുന്ന കണക്ക്, അല്ലെങ്കിൽ അനിൽ അംബാനി എന്നൊക്കെ പറഞ്ഞ പലരുടെയും പേരിന് കേൾക്കാൻ പറ്റും. അതാണ് അടിച്ചു. എന്നിട്ടാണ് ഇവർ ഇവരും അടിച്ചിട്ട് മിണ്ടാതിരുന്നു മര്യാദയ്ക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലിയ ആൾ കളിക്കാൻ നിൽക്കരുത്. വലിയ ആൾ കളിച്ചു കഴിഞ്ഞാൽ എങ്ങും ആകാൻ പോകുന്നില്ല. പ്രധാനമന്ത്രിയും ആകില്ല, അധ്യക്ഷനും ആകില്ല, ഒരു MLA യും ആകില്ല. അതിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. നമ്മളെന്തായാലും ഇത് ഈ വിഷയം ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാം. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വിദേശത്ത് നിന്ന് വരുമ്പോൾ വെളിച്ചം വീശുന്ന എന്തെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുവരണം, കുറച്ചുകൂടെ പവർ ഉള്ളത്. എന്നാലേ ഈ മാളത്തിലിരിക്കുന്നവരെ അടിച്ചു നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി വലിയ ടോർച്ച് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നും വരില്ല. അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാളത്തിന്റെ അറ്റം വരെ പൊക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ ഇത് കണ്ടുപിടിക്കുക. എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങും എത്തുമെന്ന്. ഇത് കുറച്ചൊരു ചർച്ചയൊക്കെ നടത്തി ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടായെങ്കിൽ പോകും. പിന്നെ ഇവിടുത്തെ നേതാക്കന്മാർ അങ്ങനൊന്നും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ കൊണ്ട് തെളിവ് സഹിതമാണല്ലോ പുറത്തു വരുന്നത്. വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുന്നുണ്ട്, പിന്നെ ഇത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ അടുത്ത സെഗ്മെന്റ് ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം, ഇനി അടുത്ത സെഗ്മെന്റുകളുണ്ട്, പെണ്ണുകേസുണ്ട്. അത് ഇതിന്റെ ഒരു കൂമ്പാര. പിന്നെ അത് ഇതിനകത്ത് അത് വേറെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അതിലേക്ക് നമ്മൾ പോകാത്തത്. ഒരു പ്രപഞ്ചമാണ് മനുഷ്യ ഇത്. ഈ സിനിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലോകം BJP ആണ്. BJPയുടെ ലോകം ഒരു പ്രത്യേക ലോകമാണ്. സിനിമാക്കാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സാമ്പത്തികവും ഗ്ലാമറും ഒക്കെ കിട്ടുന്നത്, ലൈം ലൈറ്റ് നിൽക്കുന്നത്. ഇതാണ് ഇവർക്ക്. പിന്നെ ഫേസ്ബുക്കിൽ അവളുടെ പടം ആരെങ്കിലും കൊണ്ട് ഇടിയിക്കും. എന്നിട്ട് പറയും ഈ പുലിക്കുട്ടിക്ക് ഒരു വർഷം 4-5 തവണയാണ് ഓരോ BJP നേതാക്കളുടെ ബർത്ത്ഡേ വരുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു വർഷമേ വരാറുള്ളൂ, വർഷത്തിലൊന്നല്ലേ നമ്മുടെയൊക്കെ പിറന്നാള്. ഇവർക്ക് 4-5 തവണ വരും. ജന്മദിനത്തിന് ജിക്ക് നേരു എന്താണ് ആശംസകൾ, ഇതൊക്കെ വരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ പൈസ അടിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം കഷ്ടപ്പെട്ട പൈസയാണ് എടുത്ത് തന്നിരിക്കുന്നത്. അത് നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ ഒരു നവഭാരതം സൃഷ്ടിക്കാനാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാറാത്തത് മാറാനാണ് പൈസ തന്നിരിക്കുന്നത്. പൈസ തന്ന് ചോദിക്കുക തന്നെ ചെയ്യും. അല്ലാതെ BJPക്കാരുടെ വിഷയത്തിൽ ഇടപെടണ്ടെന്ന് പറയുന്നവൻ മറ്റിടത്തങ്ങ് പോയി പറഞ്ഞാൽ മതി. കാരണം നീയൊക്കെ വോട്ട് വെച്ചാൽ പബ്ലിക് ഓഡിറ്റാണ് എല്ലാ പാർട്ടികളും. അതല്ല പൈസ കൊടുത്തിട്ടുള്ള ചോദിക്കുക തന്നെ ചെയ്യും. പാവപ്പെട്ട രക്ഷാക്കാരൻ അവൻ ഒരു ദിവസത്തെ വരുമാനത്തിൽ നിന്നാണ് അവൻ കൊടുത്തിരിക്കുന്നത്. 10 രൂപയെങ്കിൽ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അടിച്ചു മാറ്റി ചോദിക്കണ്ടേ? ആ പൈസ അടിച്ചു മാറ്റി ജനം അറിയണ്ടേ? കള്ളനാകാം, പക്ഷെ കള്ളനായിക്കൊണ്ട് പുണ്യാളനെ കണക്ക് സംസാരിക്കാൻ നിൽക്കരുത്. ഇവിടെ ഉണ്ടല്ലോ ആലപ്പുഴ ജില്ലയിൽ എത്ര സ്ഥാനാർത്ഥികൾ സ്ഥിരമാണ്. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ധനുഷ്. സ്ഥാനാർത്ഥികൾ, ഞാനൊരു സ്റ്റേറ്റിന്റെ നേതാവാണെങ്കിൽ ധനുഷും എന്റെ സഹകള്ളനാണ്, ഞാനൊരു പെരുങ്കള്ളനാണ്, ധനുഷ് സഹകള്ളനാണ്. ഞാൻ ധനുഷിന് സീറ്റ് വാങ്ങിത്തരുന്നു. അപ്പോൾ ധനുഷിന് വരുന്ന പൈസയിൽ ഇത്ര ശതമാനം എനിക്കാണ്. അതാണ്. അപ്പൊ ഗോഡ് ഫാദർമാരുണ്ട് എല്ലാത്തിനും. ഇതിന് കൂടാതെ തൊലപ്പത്ത് അതിലും വലിയ ഗോഡ് ഫാദർ ഉണ്ട്. ദില്ലി മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ ഇല്ലാത്തത്. അവിടെ ഈ കളിയൊന്നും കൊണ്ട് നടക്കത്തില്ല. അത്യാവശ്യം ഭാഷയെങ്കിലും അറിയണം അവിടം വരെ എത്തണമെങ്കിൽ. അതാണ് അതിനകത്തൊരു പ്രശ്നം. എന്തായാലും നമ്മൾ ഈ വിഷയം എടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് തന്നെ ചർച്ച ചെയ്ത് മുഴുവൻ പൊട്ടു.